ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാനിന്ന് നിങ്ങളെ അറിയിക്കുന്നത് ഗസയെ സംബന്ധിച്ചും മാത്രമല്ല മധ്യേഷ്യയിലും ഉണ്ടാകാൻ പോകുന്ന ഒരു നിർണായകമായ മാറ്റത്തെക്കുറിച്ചാണ്. ഈ വരുന്ന സെപ്റ്റംബറിൽ നടക്കുന്ന UN സഭയിൽ ഫ്രാൻസ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വന്തമായ ഒരു രാജ്യമെന്ന പലസ്തീനികളുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് അടുക്കുന്നതിന്റെ സൂചനയായിട്ടാണ് കാണാവുന്നത്. മിഡിൽ ഈസ്റ്റിലെ നീതിപരവും ശാശ്വതവുമായ പരിഹാരത്തിനും സമാധാനത്തിനും പലസ്തീൻ സ്വതന്ത്രമാവുക മാത്രമേ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ചരിത്രപരമായ ഒരു ഉത്തരവാദിത്തം എന്ന നിലയിൽ മാക്രോൺ തന്നെ ഈ പ്രഖ്യാപനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റിനെയും ഗസയെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ് മാക്രോണിന്റെ ഈ പ്രഖ്യാപനം. അതിന് കാരണം ഇസ്രായേലിന്റെ സൗഹൃദ രാഷ്ട്രമായ ഫ്രാൻസിനെ പോലെ വീറ്റോ പവറുള്ള ശക്തമായ ഒരു രാജ്യം തന്നെ പലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനം നടത്തുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സാധാരണ മറ്റു രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് പോലല്ല ഈ വീറ്റോ പവറുള്ള ഫ്രാൻസ് എന്ന രാജ്യം പലസ്തീനെ അംഗീകരിക്കുന്നത്. അത് വളരെയധികം വിലപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇതെന്ന്. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ഭക്ഷ്യനിരോധവും അവിടെയുള്ള നിരായുധരായ ജനങ്ങളെ ബോംബിട്ട് കൊല്ലുന്നതും ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഫ്രാൻസിന്റെ പ്രസിഡന്റായ മാക്രോൺ വളരെ നാളായി ഇതിന്റെ ഒരു വിമർശകനും കൂടിയാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നെതന്യാഹുവിന്റെ ഈ ധാർഷ്ട്യത്തെ അല്ലെങ്കിൽ ഈ തന്നിഷ്ടത്തെ ഇനി വകവെച്ച് കൊടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് മാക്രോണിനുള്ളത്. ഇസ്രായേലിന്റെ ചൊൽപ്പടിക്ക് നിന്നാൽ ഒരിക്കലും പലസ്തീനികൾക്ക് സ്വതന്ത്രമായ ഒരു ജീവിതമോ അതല്ലെങ്കിൽ ഒരു ചിന്തയോ ഉണ്ടാവില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് പലസ്തീൻ രാഷ്ട്രം എന്ന അവരുടെ ന്യായമായ അവകാശത്തെ അംഗീകരിക്കുന്നത് എന്നാണ് മാക്രോണിന്റെ നിലപാട്. ഫ്രാൻസ് തങ്ങളെ അംഗീകരിക്കുന്നു എന്നത് പലസ്തീൻ രാഷ്ട്രത്തിനായുള്ള ആഗോള പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഹമാസ് പറയുന്നത്. ഹമാസിന്റെ നേതാക്കൾ മാക്രോണിന്റെ ധീരമായ ഈ നിലപാടിനെ വളരെയധികം അഭിനന്ദിച്ചിരിക്കുകയുമാണ്. അവരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് പലസ്തീൻ എന്ന ഒരു രാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്ക നെതന്യാഹുവും ഉന്നത മന്ത്രിമാരും ഉന്നയിക്കുന്നുണ്ട്. മാക്രോണിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ അവർ അടിയന്തര മന്ത്രിസഭാ യോഗം കൂടി പലസ്തീനും ഇസ്രായേലും എന്ന രണ്ട് രാഷ്ട്രം എന്ന നിലയിലേക്ക് മാറിയാൽ അത് തങ്ങളുടെ സുരക്ഷയെ വല്ലാതെ ബാധിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. തന്നെയുമല്ല മാക്രോണിന്റെ ഇത്തരമൊരു നീക്കം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാണെന്നും ഗാസ മാറിയതുപോലെ പലസ്തീൻ രാഷ്ട്രവും മറ്റൊരു ഇറാനിയൻ പ്രോക്സിയായി മാറാനുള്ള സാഹചര്യമാണ് മാക്രോൺ സൃഷ്ടിക്കുന്നത് എന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. തന്നെയുമല്ല ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ഒരു ലോഞ്ച് പാടായിരിക്കും അത്. അതിനടുത്ത് സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പെട്ടെന്ന് തന്നെ നെതന്യാഹുവിന്റെ ഒരു പ്രസ്താവനയും പുറത്തിറക്കുകയുണ്ടായി. ഫ്രാൻസിന്റെ പലസ്തീൻ രാഷ്ട്ര അംഗീകാരം ഇസ്രായേലിനെ ശരിക്കും ഭയപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഇവന്മാരുടെ ഈ പെട്ടെന്നുള്ള പ്രസ്താവനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ എന്തിനാണ് ഇസ്രായേൽ ഫ്രാൻസിന്റെ ഈ പ്രഖ്യാപനത്തിനെ ഇങ്ങനെ ഭയക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അതിന്റെ കാരണം ഫ്രാൻസിന്റെ ഈ അംഗീകാരം ഒരു നിസ്സാര കാര്യമല്ല എന്നുള്ളത് തന്നെയാണ്. അയർലൻഡ്, സ്പെയിൻ, നോർവേ, സ്ലോവേനിയ തുടങ്ങിയ രാജ്യങ്ങൾ അടുത്തിടെ പലസ്തീനെ അംഗീകരിച്ചിരുന്നു. നിലവിൽ ലോകത്തിലെ 193 UN അംഗരാജ്യങ്ങളിൽ 131 പേരും പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ വീറ്റോ പവറുള്ള ഫ്രാൻസിന്റെ ഈ ഒരു നീക്കം ബാക്കിയുള്ള മറ്റു രാജ്യങ്ങളെയും സമാനമായ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. അവസാനം അമേരിക്കയും ഇസ്രായേലും മാത്രമാകും പലസ്തീൻ അംഗീകരിക്കാത്ത രണ്ട് രാജ്യങ്ങളായി മാറുക. അതാരും അത്ര കാര്യമാക്കുകയില്ല. അമേരിക്കയും ഇസ്രായേലും ഒന്നും അംഗീകരിക്കാത്ത രാജ്യങ്ങൾ ലോകത്ത് വേറെയുമുണ്ട്. അവർക്കാർക്കും യാതൊരു പ്രശ്നമില്ല. ഇറാന്റെ കാര്യം നോക്കിയാൽ ഇത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇറാന്റെ മേലെ ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അമേരിക്കയ്ക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇറാൻ എന്ത് സംഭവിച്ചു? അവർ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഇവന്മാരെ കൊണ്ട് യാതൊരു ശല്യമില്ല. അതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായി വളരാൻ കഴിയും. അവരിപ്പുറത്തോടെ ചൈനയ്ക്കും ഇന്ത്യക്കും ഒക്കെ പെട്രോൾ വിറ്റും അല്ലെങ്കിൽ അവരുടെ മറ്റ് ആയുധങ്ങളൊക്കെ വിറ്റിട്ട് അവർ വളരെ സന്തോഷത്തോടെ കാശുണ്ടാക്കുന്നുണ്ട്. ഇവന്മാരെ സംബന്ധിച്ച് ഒന്നുമില്ല, ഉപരോധം മാത്രം. ഒരു കച്ചവടം നടക്കത്തില്ല, ഒന്നുമില്ല, മാറി നിൽക്കും. അതുപോലെ പലസ്തീനെ അമേരിക്ക അംഗീകരിച്ചില്ലെങ്കിൽ അത് തന്നെ സംഭവിക്കും. ഇപ്പോൾ ഫ്രാൻസിന്റെ ഈ പ്രഖ്യാപനം പലസ്തീനെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയിൽ അവർക്ക് അംഗീകാരം നേടാനുള്ള ഒരു സാധ്യത ഉയർത്തുകയും കൂടിയാണ് ചെയ്യുന്നത്. നിലവിൽ 2012 UN പൊതുസഭ പാസാക്കിയ ഒരു പ്രമേയത്തിലൂടെ
പലസ്തീൻ ഐക്യരാഷ്ട്രസഭയിൽ ഒരു നോൺ മെമ്പർ നിരീക്ഷക രാഷ്ട്രം എന്ന പദവിയിലാണുള്ളത്. അത് മാറി സ്ഥിരം മെമ്പർ ആയാൽ ഇസ്രായേലിന് പലസ്തീന് മേലുള്ള സകല പിടിയും അഴിഞ്ഞു പോകും എന്നുള്ളതാണ് വാസ്തവം. അതിലുള്ള ഇസ്രായേൽ ഒറ്റപ്പെടും എന്നതും പലസ്തീനെ എതിർക്കുന്നതിന് ഇസ്രായേലിന് കാരണമാവുന്നുണ്ട്. അങ്ങനെ ഒരു UN-ന്റെ അംഗീകാരമൊക്കെ ഈ പലസ്തീന് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭീകരന്മാരായ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് തോന്നിയ പോലെ പലസ്തീനെയോ ഗസയോ ആക്രമിക്കാനോ അവിടെയുള്ള കാണുന്നവരെല്ലാം പിടിച്ച് ജയിലിടാനോ ഒന്നും കഴിയില്ല. തന്നെയുമല്ല, പലസ്തീനികൾക്ക് സ്വന്തമായ ഒരു പാസ്പോർട്ട് നേടാനും കഴിയും. അതിലൂടെ അവർക്ക് ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ കഴിയും. എന്നാൽ UN-ൽ പലസ്തീന് സ്ഥിരം മെമ്പറാകാൻ ചില കടമ്പകളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആദ്യം വേണ്ടത് ഒരു പുതിയ അംഗരാജ്യത്തെ ഉൾപ്പെടുത്താനുള്ള പ്രമേയം രക്ഷാസമിതിയിൽ പാസ്സാക്കുക എന്നുള്ളതാണ്. അതിന് രക്ഷാസമിതിയിലെ 15 അംഗങ്ങളിൽ 9 പേരുടെയെങ്കിലും പിന്തുണ ന്യായമായും നേടിയിരിക്കണം. ഇനി 9 പേരുടെ വോട്ട് കിട്ടിയാൽ പോലും രക്ഷാസമിതിയിലെ 5 സ്ഥിരാംഗങ്ങളായ റഷ്യ, ചൈന, ഫ്രാൻസ്, UK, അമേരിക്ക ഉൾപ്പെടെയുള്ള ഇവരിൽ ആരെങ്കിലും ഒരാൾ വീറ്റോ ചെയ്താൽ ആ പ്രമേയം പാസ്സാവുകയില്ല. അങ്ങനെ പലസ്തീന് UN-ൽ അംഗീകാരം നേടാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ധൈര്യം. പലസ്തീൻ വിഷയത്തിൽ അമേരിക്ക സാധാരണയായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടെടുക്കുന്ന രാജ്യമായതുകൊണ്ട് ഈ ലോക ഭീകരൻ ഇതിനെപ്പോലും വീറ്റോ ചെയ്യുമെന്ന് ഇസ്രായേൽ ഭീകരന് നന്നായിട്ട് അറിയാം. 2024 ഏപ്രിൽ പലസ്തീന് പൂർണ്ണ അംഗത്വം നൽകുന്ന ഒരു പ്രമേയം UN സഭയിൽ വന്നപ്പോൾ അന്ന് അമേരിക്ക അതിന് വീറ്റോ ചെയ്തു എന്ന കാര്യം നമ്മളിൽ പലരും ഓർക്കുന്നുണ്ടാവും. ഒരു കാരണവശാലും ഈ പലസ്തീൻ തലപൊക്കാൻ അമേരിക്ക അംഗീകരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ തന്നെ ഫ്രാൻസിന്റെ ഈ വീണ്ടും വിചാരമില്ലാത്ത തീരുമാനം ഹമാസിന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുമെന്നും സമാധാനത്തിനെ പിന്നോട്ടടിക്കുകയും ചെയ്യുമെന്നും ഒക്ടോബർ 7 ഇസ്രയേലിന്റെ ഇരകൾക്കുള്ള ഒരു അടിയാണിതെന്നുമാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. ഇവന്മാരൊന്നും ഇതിനെ അംഗീകരിക്കില്ല. അവന്മാരെ സംബന്ധിച്ച് 2023 ഈ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണം, അതിൻ്റെ ഇരകൾ, അതിൻ്റെ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 75,000 ആൾക്കാരെ ഗസയിൽ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതൊന്നും ഉമ്മാർക്ക് വിഷയമല്ല. അവരുടെ ഒന്നും ജീവന് വിലയില്ല. ഈ ഇസ്രയേലി യുവന്മാർക്ക് മാത്രമേ വിലയുള്ളൂ. അത് ഇവിടുത്തെ ന്യായമാണ്. അതുകൊണ്ടാണ് ലോകം മൊത്തം ഇതിനെ എതിർക്കുന്നതിൻ്റെ കാരണം, ഈ ഗസയിൽ ഇങ്ങനെ ആക്രമണങ്ങൾ നടക്കുന്നത് എതിർക്കുന്നതിൻ്റെ കാരണം. അതൊക്കെ കഴിഞ്ഞല്ലോ. അവിടെ 1200 പേരെ കൊന്നു. അതിന് പകരമായിട്ട് അവന്മാർ 10,70,000 ആൾക്കാരെ കൊല്ലുകയും ചെയ്ത് 1-2 ലക്ഷം ജനങ്ങൾക്ക് പരിക്കുമേൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും മതിയായില്ല. അവരെ പട്ടിണിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. 4-5 മാസമായി അവർ മുഴു പട്ടിണിയിലാണ് ഈ ഗസയിലുള്ളവർ. അതൊന്നും അവന്മാരൊന്നും കാണാതെ ഈ അമേരിക്ക പോലെയുള്ള മാറിയ രാഷ്ട്രങ്ങൾ ഇപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് രസം. ഇവരൊക്കെ മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അറപ്പാണ് തോന്നുക. ഈ മാർക്കോ റൂബിയോ പറയുന്നത് ഫ്രാൻസിന്റെ ഈ പ്രഖ്യാപനത്തെ ഞങ്ങൾ നിരസിക്കുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം ഇനി ഈ ഒരു അംഗീകാരം എന്ന ഒരു പ്രമേയം UN-ൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ വീറ്റോ ചെയ്യുമെന്ന് തന്നെയാണ്. ഇപ്പോഴേ അമേരിക്ക അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഒരിക്കലും പലസ്തീനെ രക്ഷപ്പെടുത്താൻ അവർ അനുവദിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാവുന്നത്. എന്നാൽ ഈ ഫ്രാൻസിന്റെ അംഗീകാരം കൊണ്ട് മറ്റൊരു ഗുണം പലസ്തീൻ ഉണ്ടായിട്ടുണ്ട്. ഇനി UN അംഗത്വം ലഭിച്ചില്ലെങ്കിൽ പോലും പലസ്തീന് ഫ്രാൻസുമായും മറ്റു രാജ്യങ്ങളുമായൊക്കെ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാനും വ്യാപാര കരാറുകളിൽ ഏർപ്പെടാനും കഴിയും. UN അംഗത്വം ഒരു രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ അംഗീകാരവും സുരക്ഷയൊക്കെ നൽകുന്നുണ്ടെങ്കിലും വ്യാപാര ബന്ധങ്ങൾക്ക് അത് നിർബന്ധമായ ഉപാധിയൊന്നുമല്ല. അതുകൊണ്ട് ഈ പലസ്തീനെ സംബന്ധിച്ച് ആരുമായും അവർക്ക് ബിസിനസ് ചെയ്യാം. അപ്പോൾ ഫ്രാൻസിൻ്റെ അംഗീകാരം ഉള്ളതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഫ്രാൻസിൽ നിന്ന് ആയുധങ്ങൾ വരെ വാങ്ങാം എന്നുള്ളതാണ് വസ്തുത. കാരണം ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ഇടപാട് നടത്തുന്നു, അവരംഗീകരിച്ചിരിക്കുന്നു, നിങ്ങൾ സ്വതന്ത്ര രാഷ്ട്രമാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുമായിട്ട് വ്യാപാരം നടത്തുന്നു, നിങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കുന്നു, നിങ്ങളുടെ സാധനം ഞങ്ങൾ ഫ്രാൻസിലേക്ക് കയറ്റുമതി ചെയ്യുന്നു, ഞങ്ങൾ തിരിച്ച് അവർക്ക് ഇറക്കുമതി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഫ്രാൻസിനെ ന്യായീകരിക്കാൻ കഴിയും. ഒന്നും പ്രശ്നമല്ല. അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ആർക്കും ഒന്നും തടയാൻ കഴിയില്ല. കാരണം ഫ്രാൻസ് ശക്തമായ ഒരു രാജ്യം തന്നെയാണല്ലോ. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒരു സൗഹൃദ രാഷ്ട്രമാണ്. ചാടിക്കേറിയൊന്നും ഫ്രാൻസിനെ ഒന്നും ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല അമേരിക്കയെ സംബന്ധിച്ച്. കാരണം അവരുടെ സൗഹൃദം പൊട്ടും. പക്ഷേ ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഈ ഇസ്രായേലും ഫ്രാൻസുമായി നല്ല സൗഹൃദത്തിലാണുള്ള ഒരു ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ഒക്കെ ഉള്ളതാണല്ലോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഗസയുമായി അല്ലെങ്കിൽ പലസ്തീനുമായി ഒരു വ്യാപാര ബന്ധം ഫ്രാൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് ഫ്രാൻസിനെ സംബന്ധിച്ച്. കാരണം ചെക്ക് പോസ്റ്റുകളെല്ലാം ഇസ്രായേലിൻ്റെ കയ്യിലാണല്ലോ. അവന്മാരവിടേക്ക് കടത്തിവിടില്ല. അപ്പോൾ അവർ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു വിള്ളലുണ്ടാവും. അതൊക്കെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത് കേട്ടോ. ഇപ്പം തന്നെ പലസ്തീൻ ലോക വ്യാപാര സംഘടനയിൽ അംഗത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനുള്ള തടസ്സമാവുന്നത്
പലസ്തീൻ പ്രദേശങ്ങളിലേക്കുള്ള ചരക്കുകളുടെയും ആളുകളുടെയും നീക്കങ്ങളിൽ ഇസ്രായേൽ ഇപ്പോഴും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ ചെക്ക് പോസ്റ്റുകളെല്ലാം ഉമ്മാരുടെ കയ്യിലാണ്. പലസ്തീനിലേക്ക് ഒരു സാധനവും കടത്തിവിടാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഗസ പട്ടിണി കിടക്കുന്നത്. ചെക്ക് പോസ്റ്റുകളിൽ ലോറികൾ വന്നെങ്കിൽ പോലും അവിടേക്ക് ഇവർ കടത്തിവിടില്ല. അത് അവരുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. മറ്റു മാർഗങ്ങൾ പലസ്തീൻ ഉണ്ടാക്കാൻ കഴിയും. അവിടേക്ക് ഇനി ഇസ്രായേലിൻ്റെ ഇതില്ലാതെ തന്നെ പലസ്തീനിലേക്ക് ചരക്കുകൾ അവരുടെ തുറമുഖത്തേക്ക് എത്തി കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന് എല്ലാവരും പറയുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇവരിങ്ങനെ പട്ടിണി കിടക്കേണ്ടി വരില്ല. എന്നാൽ ഇസ്രായേലിൻ്റെ കനിവോടുകൂടി ഇങ്ങനെ ചെക്ക് പോസ്റ്റുകളിൽ കടന്ന് പലസ്തീനിലേക്ക് സാധനം വരേണ്ടതുള്ളതുകൊണ്ട് അത് വ്യാപാര ഇടപാടുകളുടെ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ടാണ് ഈ പലരും ഈ വ്യാപാര ഇടപാടുകളിൽ നിന്നിപ്പം പലസ്തീനുമായി മാറി നിൽക്കുന്നത്. എങ്കിലും യുദ്ധശേഷം ഒരു പുതിയ പലസ്തീൻ കെട്ടിപ്പടുക്കേണ്ടതുള്ളതിനാൽ വീടുകൾ, തുറമുഖങ്ങൾ, റോഡുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുൾപ്പെടെ വലിയ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമുള്ളതിനാൽ അനേകം രാജ്യങ്ങൾ പലസ്തീനുമായി വ്യാപാര ഉടമ്പടികൾക്ക് തയ്യാറാവും എന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. എന്നാൽ പല രാജ്യങ്ങളെയും ഈ പലസ്തീനുമായി ഇടപാടുകൾ നടത്തുന്നതിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഗസയിലെ ഹമാസിന്റെ ഭരണമാണ്. ഹമാസ് ഭരണത്തിൽ നിന്നും ഒഴിഞ്ഞ് പലസ്തീനെ പൂർണ്ണമായും ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന് ഫ്രാൻസ് പോലും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇസ്രായേലും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത് എത്രത്തോളം സാധ്യമാവും എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ലതാനും. കാരണം ഗസയിലെ ഭരണം ഹമാസ് ഒരിക്കലും വിട്ടുകൊടുക്കില്ല. പ്രധാനമായും അതിൻ്റെ മറ്റൊരു കാരണം ഈ ഹമാസ് എന്നത് ഇറാന്റെ പ്രോക്സിയാണ് എന്നുള്ളതാണ്. പലസ്തീനിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം ഇസ്രായേലുമായി യുദ്ധത്തിനിറങ്ങിയ ഇറാൻ ഒരിക്കലും പലസ്തീനിൽ നിന്നും വിട്ടൊഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇസ്രായേൽ പലസ്തീനെ സ്വതന്ത്രമാക്കാത്തതും ഇതുകൊണ്ട് തന്നെയാണ്. പലസ്തീനിൽ ഇറാൻ ഇടപെടുന്നത് ഇസ്രായേലിനെ തീർക്കാനാണെന്ന് ഉമ്മർക്കറിയാം. എക്കാലവും പലസ്തീനെയും ഗസയും ഒക്കെ പിടിച്ചു വെക്കാൻ കഴിയില്ല എന്നും ഈ ജൂതന്മാർക്ക് നന്നായിട്ടറിയാം എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇസ്രായേലികൾ ഇപ്പോൾ സൈപ്രസിലും തായ്ലൻഡിലും മറ്റ് ദുർബലമായ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഭൂമികൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇവന്മാർക്ക് ഇസ്രായേലിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ കഴിയും. അത് വേണ്ടി വരുമെന്ന് ഇവന്മാർക്ക് നന്നായിട്ടറിയാം. കാരണം ഇവർ ചെയ്ത ക്രൂരതകളെല്ലാം അറബികളുടെ മനസ്സിൽ നന്നായിട്ടുണ്ടല്ലോ. അവരൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കുമെന്ന് ഇവന്മാർക്ക് നന്നായിട്ടറിയാം. അതോടുകൂടി ഇസ്രായേലിനെ ചുട്ടുകളയും. അഥവാ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തടിയെടുക്കണം. എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു ദുർബല രാജ്യം, ഈ സൈപ്രസ് പോലുള്ള രാജ്യങ്ങൾ കണ്ടെടുത്തിരിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ വലിയ ശല്യം ഇല്ലാത്തടത്ത് പോയി ഇവന്മാർ എപ്പോഴും ഒരു പ്രത്യേക ഒരു യൂണിറ്റ് ആയിട്ടാണല്ലോ ഇവർ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ പോയി അവർക്ക് പതുക്കെ പതുക്കെ പിടിച്ചെടുക്കാം. ഇപ്പോൾ പലസ്തീനിൽ അങ്ങനെയാണ് ചെയ്ത്. ആദ്യം കുറച്ച് പേര് വന്നു, ലോകത്തുള്ള എല്ലാ ജൂതനെയും വിളിച്ചിരുത്തി വാ 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 ഇവന്മാർ കുഴപ്പമില്ലാത്ത ഇവന്മാരെ നമുക്ക് അടിച്ചു ഒതുക്കാൻ കേട്ടോ വാ നമുക്കെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തി പതുക്കെ പലസ്തീനെ പിടിച്ചെടുക്കുകയാണ് ജൂതൻ ചെയ്തത്. അതുപോലെ തന്നെ സൈപ്രസുകാരനെ സംഭവിക്കും, വിയറ്റ്നാമിൽ പോയി അവിടെ സംഭവിക്കും. എന്നാൽ അവർക്ക് പോയി വേറെ ഏതെങ്കിലും യൂറോപ്യനിലെ വലിയ ശക്തിയുള്ള ഒരു രാജ്യത്തോ ജർമ്മനിയിലോ ഇറ്റലിയോ ഫ്രാൻസിലോ ഒന്നും പോയി അവിടെ അവർക്കൊരു പ്രത്യേക ഒരു ഏരിയ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അമ്മമാർക്ക് രാജ്യം പിടിച്ചെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരെ വെട്ടിപ്പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ദുർബലമായ മറ്റു പ്രദേശങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ രാജ്യം ഉണ്ടാക്കുക എവിടെയായാലും ഉമ്മാർക്ക് കുഴപ്പമില്ലല്ലോ, രാജ്യം സ്വന്തമായിട്ട് കിട്ടിയാൽ മതി. ഇസ്രായേലിൻ്റെ കാര്യം ഏതാണ്ടൊക്കെ തീർന്നിട്ടുണ്ടെന്ന് ഉമ്മാർക്ക് നന്നായിട്ടറിയാം. വലിയ നാളൊന്നും ഓടില്ല ഇസ്രായേൽ, ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഇവർ മറ്റു രാജ്യങ്ങളിലേക്ക് താവളം അന്വേഷിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇവരിങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ചിന്തിക്കുന്നതിൻ്റെ കാരണം മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ പിടി മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആണവായുധ നിർമ്മാണം പൂർത്തിയായി അതിന്റെ പ്രഖ്യാപനം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ മിഡിൽ ഈസ്റ്റിലെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഗസയിലും സിറിയയിലുമൊക്കെ കാര്യമായി ഇടപെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇസ്രായേലിന്റെ അന്ത്യത്തിനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.